ഹായ് ഓൾ, സനലാണ്. ഞാൻ ഇന്ന് ക്യാപിറ്റൽ ഗെയിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ വേരിയസ് പ്രൊവിഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്യാപിറ്റൽ ഗെയിനിലെ ഓരോ പ്രൊവിഷൻസും അത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാപിറ്റൽ ഗെയിനെ രണ്ടായി നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, രണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്ന ഫോർമാറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും നമ്മൾ അങ്ങ് ലെസ് ചെയ്യും. ഒരിക്കലും ഇൻഡെക്സേഷൻ കണ്ടക്ട് ചെയ്യാറില്ല. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഇൻഡെക്സേഷൻ കണ്ടക്ട് ചെയ്യും. ആ ഇൻഡെക്സ്ഡ് ഫിഗർ ആയിരിക്കും അവിടെ ലെസ് ചെയ്യുക. ആ ഇൻഡെക്സേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അറ്റ് പ്രസന്റ് നമ്മുടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2001-2 സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബേസ് ഇയർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2001-2 ആയിട്ടുള്ള 100 ആണ് ബേസ് ഇയർ ഇൻഡെക്സ്. അങ്ങനെയാണെങ്കിൽ 2001 മുമ്പ് നമ്മുടെ കയ്യിൽ ഇൻഡെക്സേഷൻ ഇല്ല. അപ്പൊ 2001 മുമ്പ് വാങ്ങിയ ഒരു അസറ്റ് അതിനെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? 2001 മുമ്പ് വാങ്ങിയ ഒരു അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് അസറ്റ് അക്വയർഡ് ബിഫോർ 1/4/2001. 1/4/2001 മുമ്പ് വാങ്ങിയ ഒരു അസറ്റ്, ആ അസറ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ്. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും. അതിൽ ആദ്യം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. If an asset is acquired before 1/4/2001, then its cost of acquisition shall be the higher of the following. 1/4/2001 മുമ്പ് വാങ്ങിയ ഒരു അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് whichever is higher of the following ആണ്. ഒന്ന് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, നമ്പർ 2 ഫെയർ മാർക്കറ്റ് വാല്യൂ as on 1/4/2001. ഒന്നുകിൽ ആക്ച്വലി വാങ്ങിയ കോസ്റ്റ് അല്ലെങ്കിൽ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ, അതിലെ whichever is higher ഏതാണോ ആ ഹയർ ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഈ പറഞ്ഞ കമ്പാരിസൺ ഒരു കാരണവശാലും ഒരു ഡിപ്രീസിബിൾ അസറ്റിനും ഒരു സെൽഫ് ജനറേറ്റഡ് അസറ്റ് അതർ ദാൻ ബോണസ് ഷെയർ ഒഴിച്ചിട്ടുള്ള സെൽഫ് ജനറേറ്റഡ് അസറ്റിനും ഡിപ്രീസിബിൾ അസറ്റിനും ആ ഓപ്ഷൻ ആപ്ലിക്കബിൾ അല്ല. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിലെ whichever is higher അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയി. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ കോസ്റ്റ് ഓഫ് അക്വിസിഷനെ ഇൻഡെക്സേഷൻ കണ്ടക്ട് ചെയ്യണം. ഇൻഡെക്സേഷൻ കണ്ടക്ട് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഏതാന്ന് പറഞ്ഞു, മുകളിൽ പറഞ്ഞ whichever is higher ഉണ്ട്, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്നാണോ സെയിൽ നടക്കുന്നത് അന്നത്തെ ഇൻഡെക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ. ആ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 2001-2 ബേസ് ഇയർ ഇൻഡെക്സ് ആയിട്ടുള്ള 100 ആയിരിക്കും അവിടെ എടുക്കേണ്ടത്. അപ്പോ 1/4/2001 മുമ്പ് വാങ്ങിയ ഒരു അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് whichever is higher of the following ആണ്. ഒന്നുകിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ, അതിലെ whichever is higher. ഒരു ഡിപ്രീസിബിൾ അസറ്റിനും സെൽഫ് ജനറേറ്റഡ് അസറ്റിനും ഈ ഓപ്ഷൻ ആപ്ലിക്കബിൾ അല്ല. ഇനി ഇൻഡെക്സേഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുന്നത് 2001 ബേസ് ഇയർ ഇൻഡെക്സ് ആയിട്ടുള്ള 100 ആയിരിക്കും കൺസിഡർ ചെയ്യുക. ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. 1/4/2001 മുമ്പ് ഒരു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. ഒരു കാരണവശാലും എടുക്കണ്ട. 1/4/2001 മുമ്പ് ഒരു ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ കൺസിഡർ ചെയ്യേണ്ട, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, ദാറ്റ് ഈസ് ഇഗ്നോർ ചെയ്യുക. ഇതാണ് ഒരു അസറ്റ് 1/4/2001 മുമ്പ് വാങ്ങിയ ഒരു അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും. ക്യാപിറ്റൽ അസറ്റിലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് സെയിൽ നടത്തുമ്പോൾ ഒന്നുകിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടാം
അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് കിട്ടാം. അതേപോലെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ നടത്തുമ്പോൾ ഒന്നുകിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടാം, അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് കിട്ടാം. നമ്മൾ ഇത്രയും നേരം ഗെയിനെ കുറിച്ച് സംസാരിച്ചു, ഇനി ലോസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ലോങ് ടൈം ക്യാപിറ്റൽ ലോസും വന്നാൽ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞു, ഗെയിൻ ആണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ലോസിന് ടാക്സ് പേ ചെയ്യേണ്ട. ആ ലോസ് മറ്റേതെങ്കിലും ഒരു അസറ്റിൽ നിന്നും ഒരു ഗെയിൻ വന്നാൽ ആ ഗെയിനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് എങ്ങനെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ്, ലോങ് ടൈം ക്യാപിറ്റൽ ലോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. ഇത് രണ്ട് കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ലോങ് ടൈം ക്യാപിറ്റൽ ലോസും. ആദ്യം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. എനിക്കിപ്പോ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഒരു ഇൻക്വയർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്യാപിറ്റൽ അസറ്റ് ഞാൻ വിറ്റു, അപ്പൊ എനിക്ക് ലോസ് ആണ്. ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഞാൻ വിറ്റു, എനിക്ക് ലോസ് വന്നു. അങ്ങനെ ഇപ്പൊ എന്റെ കയ്യിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് വന്നു. എനിക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എനിക്കൊരു 1000 രൂപ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, തൊട്ടപ്പുറത്ത് ഒരു 5000 രൂപ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. എങ്കിൽ ഈ 5000ത്തിൽ നിന്നും 1000 രൂപ ലെസ് ചെയ്ത് 4000 രൂപയായിരിക്കും അവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഷോർട്ട് ടൈം ലോസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഓൺലി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു കാരണവശാലും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഇത്രേ പറഞ്ഞുള്ളൂ. ഫസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട് എങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിന്റെയും ലോങ് ടൈം ക്യാപിറ്റൽ ലോസിന്റെയും അഡ്ജസ്റ്റ്മെന്റ്. ഇത് പ്രോബ്ലത്തിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. നെക്സ്റ്റ്, ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, സെക്ഷൻ 49 സബ്സെക്ഷൻ 1. എന്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എക്സംപ്റ്റഡ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ ആണ്. ഗിഫ്റ്റ് ആയി കിട്ടി, എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ ആണ്. ഒരു HUF പാർട്ടീഷൻ ചെയ്തു, അതിലെ മെമ്പേഴ്സിന് അസറ്റ് കൊടുത്തു, എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ ആണ്. അങ്ങനെ എക്സംപ്റ്റഡ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ വഴി ഒരു അസറ്റ് ഒരാൾക്ക് കിട്ടി. ഇപ്പോ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർക്ക് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അസറ്റ് കിട്ടി. കിട്ടുന്ന സമയത്ത് എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ ആണല്ലോ. ഈ ഷെയർ ഹോൾഡർ കിട്ടിയ ഈ അസറ്റ് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ ട്രാൻസ്ഫർ ആണല്ലോ. അങ്ങനെ ആ ടാക്സബിൾ ട്രാൻസ്ഫറിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്യണമല്ലോ. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഇയാൾക്ക് ഫ്രീ ആയി കിട്ടിയതാണ്. അപ്പോ ഈ ഷെയർ ഹോൾഡറെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. അപ്പൊ അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ എടുക്കുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിരിക്കും. അതായത് പ്രീവിയസ് ഓണർക്ക് ഇൻക്വർ ചെയ്തിരിക്കുന്ന കോസ്റ്റ് ആയിരിക്കും ആ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, സെക്ഷൻ 49 സബ്സെക്ഷൻ 1. ഇനി താഴെ പറയുന്ന കുറച്ച് കേസ്, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് മാത്രമേ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് താഴെ പറയുന്ന കേസില് ഡീംഡ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർക്ക് ഇൻക്വർ ചെയ്തിരിക്കുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിരിക്കും. ആ ഓരോ സിറ്റുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ്, അസറ്റ് റിസീവ്ഡ് ഓൺ ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് HUF. ഒരു HUF പാർട്ടീഷൻ ചെയ്തു. പാർട്ടീഷൻ ചെയ്തപ്പോ ഓരോ മെമ്പേഴ്സിനും ഓരോ അസറ്റ് കൊടുത്തു. എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ ആണ്. ഈ കിട്ടിയ മെമ്പർ ഈ അസറ്റ് ഇനി വിൽക്കുകയാണ്.
അങ്ങനെ വിൽക്കുമ്പോൾ ഒരു സെയിൽസ് കൺസിഡറേഷൻ ഉണ്ട്, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്യണം. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണറുടെ, അതായത് ഈ HUF അല്ലേ ഈ അസറ്റ് വാങ്ങിയത്, ആ HUFന് ഈ അസറ്റ് വാങ്ങാൻ എത്ര രൂപ ചെലവായി, അതായിരിക്കും ആ കേസിൽ ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. സെക്കൻഡ് കേസ്, അസറ്റ് റിസീവ്ഡ് അണ്ടർ എ ഗിഫ്റ്റ് ഓർ എ വിൽ. ഒരാൾ ഒരു ഗിഫ്റ്റ് ആയ ഒരു അസറ്റ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ ആണല്ലോ. കിട്ടിയ വ്യക്തി ഇതിനി വിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർക്ക് ഇൻക്വയർ ചെയ്ത കോസ്റ്റ് ആയിരിക്കും. ഈ ഗിഫ്റ്റ് ആയി കൊടുക്കാൻ വേണ്ടി, ഈ അസറ്റ് ഗിഫ്റ്റ് ആയി കൊടുക്കാൻ വേണ്ടി ഈ അസറ്റ് എത്ര രൂപയ്ക്കാണോ അദ്ദേഹം വാങ്ങിയത്, അതായിരിക്കും ഇവിടെ എടുക്കുന്ന ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നെക്സ്റ്റ്, അസറ്റ് റിസീവ്ഡ് ബൈ സക്സഷൻ ഓർ ഇൻഹെറിറ്റൻസ് ഓർ ഡെവല്യൂഷൻ. നമ്മൾക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടി, നമുക്ക് ഇഷ്ടദാനം കിട്ടി, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഓണർക്ക് ഇൻക്വയർ ചെയ്തിരിക്കുന്ന കോസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അസറ്റ് റിസീവ്ഡ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, BOI ഓർ AOP. ഒരു AOPയോ ഒരു BOയോ ഒരു ഫേമോ ഡിസൊല്യൂഷൻ നടക്കുകയാണ്, ഓരോ പാർട്ട്നേഴ്സിനും ഓരോ മെമ്പർക്കും ഓരോ അസറ്റ് കൊടുത്തു, എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ ആണ്. ഈ മെമ്പർ പുറത്തു കൊണ്ട് വിറ്റു, അവിടുത്തെ ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ആ പ്രീവിയസ് ഓണർക്ക് ഇൻക്വയർ ചെയ്ത എമൗണ്ട്. അസറ്റ് റിസീവ്ഡ് ഓൺ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി പറഞ്ഞു. അസറ്റ് റിസീവ്ഡ് അണ്ടർ എ ട്രസ്റ്റ്, വെദർ റിവോക്കബിൾ ഓർ ഇറിവോക്കബിൾ. Asset being a self-acquired property of a member received by an HUF from its member. ഇങ്ങനെയുള്ള കേസിൽ അവിടുത്തെ ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർക്ക് ഇൻക്വയർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആയിരിക്കും. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഗെയിനിലെ വേരിയസ് പ്രൊവിഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻ സെക്ഷൻ 50C അനുസരിച്ച് നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ, അതാണ് ആദ്യം പറയുന്നത്. നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ, അതായത് ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ സെയിൽ നടത്തുകയാണ്. അങ്ങനെ സെയിൽ നടത്തുന്ന സമയത്ത് മിക്കപ്പോഴും അവിടുത്തെ അസസി ആക്ച്വലി കിട്ടിയ സെയിൽസ് കൺസിഡറേഷൻ വെളിപ്പെടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി കിട്ടിയ സെയിൽസ് കൺസിഡറേഷൻ കുറച്ച് കാണിക്കും. അങ്ങനെ കുറച്ച് കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ വെളിപ്പെടുത്താതിരിക്കുമ്പോൾ അസസിയെ സംബന്ധിച്ച്, ഗവൺമെന്റിനെ സംബന്ധിച്ച് അവിടെ റവന്യൂ ലീക്കേജ് സംഭവിക്കും. ആ റവന്യൂ ലീക്കേജ് പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് അറിയണം അവിടുത്തെ ആക്ച്വൽ കൺസിഡറേഷൻ എത്രയാണെന്ന് ഗവൺമെന്റ് അറിയണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെഷനാണ് സെഷൻ 50C, നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ. ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വിൽക്കുമ്പോൾ അവിടുത്തെ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ ആയിരിക്കും പരിഗണിക്കുക. ആ നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ എങ്ങനെയാണ്, എപ്പോഴാണ് ആപ്ലിക്കബിൾ, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. അതിൽ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നു. ഫസ്റ്റ്, കണ്ടീഷൻ. ഈ സെഷൻ 50C എന്ന് പറയുന്ന നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ അസറ്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ബോത്ത് ആയിരിക്കണം. നെക്സ്റ്റ്, അവിടെ value adopted or assessed or assessable by stamp valuation authority exceeds 105% of actual consideration. അതായത് നമ്മൾ സ്റ്റാമ്പ് വാല്യൂ അതോറിറ്റി, നമ്മൾ രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി അതോറിറ്റി ഒരു വാല്യൂ കണ്ടുപിടിച്ചു, അത് ആക്ച്വലി കിട്ടിയ കൺസിഡറേഷനേക്കായി 105% കൂടുതലാണെന്നുണ്ടെങ്കിൽ സെഷൻ 50C എന്ന് പറയുന്ന പ്രൊവിഷൻ അവിടെ അപ്ലൈ ചെയ്യും. അത് പ്രകാരം അവിടുത്തെ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, സെയിൽസ് കൺസിഡറേഷൻ ഷാൽ ബി ഹയർ ഓഫ് ദി ഫോളോയിങ്, താഴെ പറയുന്ന രണ്ട് എമൗണ്ടിലെ വിച്ചെവർ ഈസ് ഹയർ ആയിരിക്കും. ഒന്ന്, ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷൻ, ആക്ച്വലി കൈ കിട്ടിയ എമൗണ്ട്. നമ്പർ 2, വാല്യൂ അസസ്ഡ് ബൈ സ്റ്റാമ്പ് ഡ്യൂട്ടി അതോറിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് പേയിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ഒന്ന്, ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷൻ. രണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി അതോറിറ്റി രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഒരു വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. ആ രണ്ട് വാല്യൂയിലെയും വിച്ചെവർ ഈസ് ഹയർ ആണ് നമ്മുടെ നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, വിച്ചെവർ ഈസ് ഹയർ ആണ്. ഒന്ന്, ആക്ച്വലി കിട്ടിയ കൺസിഡറേഷൻ. നമ്പർ 2, സ്റ്റാമ്പ് വാല്യൂഷൻ അതോറിറ്റി സ്റ്റാമ്പ് ഡ്യൂട്ടി പർപ്പസിന് വേണ്ടി ഒരു വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. ഒന്നുകിൽ ഈ കണ്ടുപിടിച്ച സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, അല്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി കിട്ടിയ സെയിൽസ് കൺസിഡറേഷൻ, അതിലെ വിച്ചെവർ ഈസ് ഹയർ ആണ് നമ്മൾ നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് സെക്ഷൻ 50C പ്രകാരം ആ നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ ആയിരിക്കണം നമ്മൾ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ആക്ച്വലി കിട്ടിയ സെയിൽസ് കൺസിഡറേഷൻ, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അതോറിറ്റി പറഞ്ഞ വാല്യൂ, അതിലെ വിച്ചെവർ ഈസ് ഹയർ. അങ്ങനെ ഇരിക്കുമ്പോൾ
ഈ കേസ് ഒരു വാല്യുവേഷൻ ഓഫീസർക്ക് റെഫർ ചെയ്തു. At the desire of the assessee, the assessing officer can refer the case to the valuation officer. Value decided by valuation officer. അതായത് മുകളിൽ പറഞ്ഞ സെയിൽസ് കൺസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിച്ച് അവിടെ വെച്ചു. അപ്പോഴാണ് അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അസസിംഗ് ഓഫീസറും തമ്മിൽ ചെറിയൊരു വിഷയം ഉണ്ടായി. അസസി പറയുക ഈ എമൗണ്ടിന് ടാക്സ് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർ പറയുക ഈ എമൗണ്ട് അല്ല എന്ന് രണ്ടുപേരും ഇത് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അസസിയുടെ ഡിസയർ പ്രകാരം ഈ കേസ് വാല്യുവേഷൻ ഓഫീസർക്ക് റെഫർ ചെയ്തു. നമ്മുടെ വാല്യുവേഷൻ ഓഫീസർ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് വാല്യുവേഷൻ ഓഫീസർ. അങ്ങനെ വാല്യുവേഷൻ ഓഫീസർക്ക് ഈ കേസ് റെഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാല്യുവേഷൻ ഓഫീസർ ഡിസൈഡ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും അവിടുത്തെ നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ആ എമൗണ്ട് എന്ന് പറയുന്നത് cannot be more than സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂനേക്കാളും കൂടാൻ പാടില്ല. cannot be less than actual sales consideration. actual sales considerationേക്കാളും കുറയാൻ പാടില്ല. അപ്പൊ എന്തായിരിക്കണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനും ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷനും ഇടയ്ക്കാണെങ്കിൽ മാത്രമേ ഈ എമൗണ്ട് വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞ എമൗണ്ട് പരിഗണിക്കുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ഈ എമൗണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാളും മുകളിലാണ്, അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷനേക്കാളും ലോ ആണ് എങ്കിൽ ഒരു കാരണവശാലും ഇത് പരിഗണിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പരിഗണിക്കുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ whichever is higher ആയിരിക്കും പരിഗണിക്കുക. അപ്പൊ സെക്ഷൻ 50C അനുസരിച്ച് നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുന്നത് ഒന്ന് ദാറ്റ് ഈസ് ആക്ച്വലി കിട്ടിയ എമൗണ്ട്, രണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി പറഞ്ഞ വാല്യൂ whichever is higher. ഇനി അസസിംഗ് ഓഫീസറും അസസിംഗ് കൂടെ ചേർന്ന് ഈ കേസിൽ വാല്യുവേഷൻ ഓഫീസർക്ക് റെഫർ ചെയ്തു എങ്കിൽ വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞ എമൗണ്ട് ആയിരിക്കും അവിടെ നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കുക. ആ എമൗണ്ട് എടുക്കണമെങ്കിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷനേക്കാളും കുറയാൻ പാടില്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂനേക്കാളും കൂടാൻ പാടില്ല. അതിനർത്ഥം എന്ത് ചെയ്യണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനും ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷനും ഇടയ്ക്കായിരിക്കണം ഈ എമൗണ്ട് എങ്കിൽ ആ എമൗണ്ട് ആയിരിക്കും പരിഗണിക്കുക. ഇനി ഈ പറഞ്ഞ എബോവ് റൂൾ വയലേറ്റ് ചെയ്യാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞ എമൗണ്ട് എടുക്കില്ല. അവിടെ എടുക്കുന്നത് ദാറ്റ് ഈസ് തൊട്ട് മുമ്പ് പറഞ്ഞ whichever is higher ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുക. ഇതാണ് നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ ഇൻ കേസ് ഓഫ് ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത് സെയിൽ നടക്കുമ്പോഴുള്ള നോഷണൽ സെയിൽസ് കൺസിഡറേഷൻ സെക്ഷൻ 50C. നെക്സ്റ്റ് പ്രൊവിഷൻ ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിം സെക്ഷൻ 45 സബ്സെക്ഷൻ 1A. ഒരു ക്യാപിറ്റൽ അസറ്റിന് ഡാമേജ് സംഭവിച്ചു. ഡാമേജ് സംഭവിക്കുമ്പോൾ ആ ക്യാപിറ്റൽ അസറ്റിന് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ അവിടുന്ന് ഒരു ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഇൻഷുറൻസ് ക്ലെയിം അതൊരു ഇൻകം ആണ്. അതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് സംസാരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിം 45 സബ്സെക്ഷൻ 1A. അതായത് as per this session, any compensation received from an insurance company for the specified damages is treated as transfer. Such transfer are liable to capital gain in the year of receipt of compensation. അതായത് ഒരു സ്പെസിഫിക് ഡാമേജ് സംഭവിച്ചു, എന്റെ ക്യാപിറ്റൽ അസറ്റിന് ഒരു സ്പെസിഫിക് ഡാമേജ് ഇൻകർ ആയി. അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നും എനിക്കൊരു കോമ്പൻസേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സ്പെസിഫിക് ഡാമേജിന് ഒരു ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാണോ ഈ ഇൻഷുറൻസിന്റെ കോമ്പൻസേഷൻ കിട്ടിയത് അന്നത്തെ വർഷം അതിന് ടാക്സ് പേ ചെയ്യും. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നും ഒരു സ്പെസിഫിക് ഡാമേജിന് ഒരു കോമ്പൻസേഷൻ കിട്ടിയാൽ എന്നാണോ ഏത് വർഷമാണോ ഈ കോമ്പൻസേഷൻ കിട്ടുന്നത് അന്ന് ഈ കോമ്പൻസേഷൻ ടാക്സ് പേ ചെയ്യും. അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോ എന്താണ് സ്പെസിഫിക് ഡാമേജസിനെ കുറിച്ച് പറയണം, അതേപോലെ തന്നെ ഇൻഷുറൻസിന്റെ കോമ്പൻസേഷനെ കുറിച്ച് പറയണം. സ്പെസിഫിക് ഡാമേജസ് ഉണ്ട്, നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സ്പെസിഫിക് ഡാമേജസ് ഉണ്ട്. ഫ്ലഡ്, ടൈക്കൂൺ, ഹാരിക്കെയിൻ, സൈക്ലോൺ, എർത്ത്ക്വേക്ക്, നാച്ചുറൽ കലാമിറ്റീസ്, സിവിൽ ഡിസ്റ്റർബൻസ്, ആക്സിഡന്റൽ ഫയർ, എക്സ്പ്ലോഷൻ, ആക്ഷൻസ് ബൈ ആൻ എനിമി, ഇങ്ങനെയുള്ള കുറച്ച് സ്പെസിഫിക് ഡാമേജസ് ഉണ്ട്. ഈ സ്പെസിഫിക് ഡാമേജസ് ഇൻക്വർ ചെയ്യുമ്പോഴാണ് ഒരു സ്പെസിഫിക് ഡാമേജസ് വന്നു, ഇങ്ങനെയുള്ള സ്പെസിഫിക് ഡാമേജസ് എന്റെ ക്യാപിറ്റൽ അസറ്റിനെ ബാധിച്ചു, അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന ഇൻഷുറൻസ് കോമ്പൻസേഷന് ടാക്സ് പേ ചെയ്യണം. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ചാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. കോസസ് ഓഫ് ഡാമേജസ്, ഡാമേജ് കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പുള്ള കോസസ്, ഒന്ന് സ്പെസിഫൈഡും രണ്ട് അതറും. എന്റെ സ്പെസിഫൈഡ് ആണ് എന്റെ ഡാമേജ്, സ്പെസിഫിക് ഡാമേജസ് ആണെങ്കിൽ ഒന്നുകിൽ അവിടുന്ന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. എന്റെ
കോസസ് ഒരു സ്പെസിഫിക് ഡാമേജസ് ആണ്. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയെങ്കിൽ അത് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ആണ്, ലയബിൾ ഫോർ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ ആ കിട്ടുന്ന കോമ്പൻസേഷന് ടാക്സ് പേ ചെയ്യണം. അതേസമയം കോസ്റ്റ് ഓഫ് ഡാമേജ് സ്പെസിഫൈഡ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയില്ല, ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോ ക്യാപിറ്റൽ ഗെയിൻ, ദെൻ ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഇല്ല. ദെൻ കോസ്റ്റ് ഓഫ് ഡാമേജ് സ്പെസിഫിക് ഡാമേജ് അല്ലാതെ അതർ ഡാമേജസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ട്രാൻസ്ഫർ ആയി പരിഗണിക്കത്തില്ല, അത് ട്രാൻസ്ഫർ അല്ല. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ഡാമേജസ് ഇൻകർ ആയി, അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിം ആ സ്പെസിഫൈഡ് ഡാമേജസിന് റിസീവ് ചെയ്തു എങ്കിൽ അതാണ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗെയിനിൽ ഇൻകം ആയി ട്രീറ്റ് ചെയ്ത് ആ എന്നാണോ കോമ്പൻസേഷൻ കിട്ടിയത് ആ വർഷം ആ ഇൻഷുറൻസ് ക്ലെയിമിന് ടാക്സ് പേ ചെയ്യും. അങ്ങനെ കിട്ടിയ ആ സ്പെസിഫിക് ഡാമേജിന്റെ ക്യാപിറ്റൽ ഗെയിന്റെ കമ്പ്യൂട്ടേഷനിലേക്കാണ് പോകുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. എന്നാണ് ഇതിന് ടാക്സ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻ ദ ഇയർ ഓഫ് റെസിപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ, എന്നാണ് കോമ്പൻസേഷൻ കിട്ടിയത് അന്ന് ടാക്സബിൾ ആണ്. സെയിൽസ് കൺസിഡറേഷൻ, കോമ്പൻസേഷൻ റിസീവ്ഡ്, ആക്ച്വലി കിട്ടിയ കോമ്പൻസേഷൻ ഉണ്ട്, അതങ്ങോട്ട് എടുത്തെഴുതി വെക്കുക. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ, ഈ കോമ്പൻസേഷൻ നേടിയെടുക്കാൻ വേണ്ടി കുറച്ച് ലീഗൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ആയി കാണും, അങ്ങനെയാണെങ്കിൽ ആ ലീഗൽ എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്യുക. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെയും ഇൻഡെക്സേഷൻ ചെയ്യണം. ഷോർട്ട് ടൈം ആണെങ്കിൽ ഇൻഡെക്സേഷൻ ചെയ്യേണ്ട. അപ്പൊ ആദ്യം ദാറ്റ് ഈസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ICOA is equal to COA കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ഡിസ്ട്രക്ഷൻ. അതായത് എന്നാണ് ഈ സ്പെസിഫിക് ഡാമേജ് ഇൻക്വയർ ചെയ്തത്, ഡിസ്ട്രക്ഷൻ സംഭവിച്ചത്, അന്നത്തെ ഇൻഡെക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ, എന്നാണ് ഈ അസറ്റ് അക്വയർ ചെയ്ത് ആ ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ICOI COI ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ഡിസ്ട്രക്ഷൻ ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ഇംപ്രൂവ്മെന്റ്. ഇനി ടാക്സ് റേറ്റ് ഷാൽ ബി ആപ്ലിക്കബിൾ ഇൻ ദ ഇയർ ഓഫ് റെസിപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ. എന്നാണ് കോമ്പൻസേഷൻ കിട്ടിയത് അന്നല്ലേ ടാക്സ് കൊടുക്കേണ്ടത്, അപ്പോൾ ആ കോമ്പൻസേഷൻ കിട്ടുന്ന അന്നത്തെ ടാക്സ് റേറ്റ് ആയിരിക്കും ഇവിടെ ആപ്ലിക്കബിൾ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കും. അപ്പോൾ ഒരു ഇൻഷുറൻസ് ക്ലെയിം, എന്റെ ക്യാപിറ്റൽ അസറ്റിന് ഒരു സ്പെസിഫിക് ഡാമേജ് ഇൻക്വയർ ആയി, അങ്ങനെ ഒരു സ്പെസിഫിക് ഡാമേജ് ഇൻക്വയർ ആയപ്പോൾ അതിന് കിട്ടുന്ന കോമ്പൻസേഷൻ ഉണ്ട്, ആ കോമ്പൻസേഷൻ ആണ് ഇവിടെ ടാക്സബിൾ ആകുന്നത്. എന്നാണ് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്നാണോ കോമ്പൻസേഷൻ കിട്ടിയത് അന്ന് ഇത് ടാക്സബിൾ ആണ്. അവിടെ സെയിൽസ് കൺസിഡറേഷൻ, കിട്ടിയ കോമ്പൻസേഷൻ, എക്സ്പെൻസ് സാധാരണ എടുക്കുന്ന ലീഗൽ എക്സ്പെൻഡിച്ചർ. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കണ്ടുപിടിക്കണം. COA ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ഡിസ്ട്രക്ഷൻ ഡിവൈഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ, ദാറ്റ് ഈസ് COI ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ഡിസ്ട്രക്ഷൻ ഡിവൈഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ഇംപ്രൂവ്മെന്റ്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എന്നാണോ കോമ്പൻസേഷൻ കിട്ടുന്നത് അന്നത്തെ ടാക്സ് റേറ്റ് ആയിരിക്കും. ക്യാപിറ്റൽ ഗെയിൻ ഓൺ കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡ്, സെക്ഷൻ 45 സബ്സെക്ഷൻ 2. ക്യാപിറ്റൽ അസറ്റില് സ്റ്റോക്ക് ഇൻ ട്രേഡ് വരില്ല. സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ ഒരിക്കലും ടാക്സ് ക്യാപിറ്റൽ ഗെയിനിൽ പേ ചെയ്യേണ്ട, കാരണം സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഇവിടെ പറയുന്നത് കൺവേർഷൻ ആണ്, അതായത് ഒരു ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്, എന്നിട്ട് ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ കൺവേർഷൻ ലൈക്ക് എ ട്രാൻസ്ഫർ ആണ്, ടാക്സബിൾ ട്രാൻസ്ഫർ ആണ്. അങ്ങനെ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ അവിടെ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആണ്. അതിന്റെ കമ്പ്യൂട്ടേഷനെ കുറിച്ചാണ് പറയുക. സെക്ഷൻ 45 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്, ഫ്രം അസസ്മെന്റ് ഇയർ 1985-86 onwards, the conversion of capital asset into stock in trade shall be treated as a transfer under section 2 subsection 47 പറഞ്ഞതാണ്. അതായത് 1484 മുതൽ ഇങ്ങോട്ട് ഒരു ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് എങ്കിൽ ആ കൺവേർഷൻ ലൈക്ക് എ ടാക്സബിൾ ട്രാൻസ്ഫർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടേഷനെ കുറിച്ചാണ് പറയുന്നുണ്ട്. ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇൻ ദ ഇയർ ഇൻ വിച്ച് സച്ച് സ്റ്റോക്ക് ഈസ് ആക്ച്വലി സോൾഡ്. എന്നാണോ ഈ പറയുന്ന സ്റ്റോക്ക് ആക്ച്വലി വിൽക്കുന്നത് അന്നാണ് ആ കൺവേർഷന് ടാക്സ് കൊടുക്കേണ്ടത്. ഇത്രേ പറഞ്ഞുള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്തു, ആ കൺവേർഷൻ ആണ് ടാക്സബിൾ ട്രാൻസ്ഫർ. ആ കൺവേർട്ട് ചെയ്തതിനാണ് ടാക്സ് കൊടുക്കേണ്ടത്. ടാക്സ് കൊടുക്കേണ്ട എന്നാന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ സ്റ്റോക്ക് എന്നാണോ വിൽക്കുന്നത് അന്ന് അത് ടാക്സബിൾ ആണ്. സെയിൽസ് കൺസിഡറേഷൻ,
ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് കൺവേർഷൻ. എന്നാണോ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്കിന്റെ ഇടയിൽ കൺവേർട്ട് ചെയ്ത് അന്ന് ആ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ആ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് കൺവേർഷൻ. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ സാധാരണയുള്ള ആസ് യൂഷ്വൽ. ഇനി ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഉണ്ട്. COA ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് കൺവേർഷൻ. എന്നാണോ കൺവേർട്ട് ചെയ്തത് അന്നത്തെ ഇൻഡെക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുക ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ. ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ICOI is equal to COI into index of the year of conversion divided by index of the year of improvement. Tax rate shall be applicable in the year of actual sale of such converted stock. Actually ഈ സ്റ്റോക്ക് എന്നാണോ വിറ്റത് അന്ന് ഈ കൺവേർഷൻ ടാക്സ് പേ ചെയ്യണം. Taxable in the year in which such stock is actually sold. ഈ സ്റ്റോക്ക് ആക്ച്വലി എന്നാണോ വിൽക്കുന്നത് അന്ന് ആ കൺവേർട്ട് ചെയ്ത ക്യാപിറ്റൽ അസറ്റിന് ടാക്സ് പേ ചെയ്യണം. അപ്പൊ ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു ക്യാപിറ്റൽ അസറ്റ്, ഇപ്പൊ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഒരു 10 ഏക്കർ ലാൻഡ് ഉണ്ട്. ഈ 10 ഏക്കർ ലാൻഡ് റിയൽ എസ്റ്റേറ്റ് പർപ്പസിന് വേണ്ടി ഓരോ ഏക്കർ ഓരോ ഫ്ലോട്ട് ആക്കി ഞാൻ തരംതിരിച്ചു. ഞാൻ റിയൽ എസ്റ്റേറ്റ് പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്റെ സ്റ്റോക്ക് അല്ലേ ഈ പറയുന്ന ഓരോ ഫ്ലോട്ടും എന്റെ സ്റ്റോക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് ആ സ്റ്റോക്കിൻ്റെയിലേക്ക് കൺവേർട്ട് ചെയ്ത അന്ന് അത് ടാക്സബിൾ ആണ്. പക്ഷെ ടാക്സ് കൊടുക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ എന്നാണോ ഈ ഫ്ലോട്ട് ഈ വസ്തു ആക്ച്വലി വിൽക്കുന്നത് അന്ന് അതിന് ടാക്സ് പേ ചെയ്യണം. അപ്പൊ ഞാനിത് വിൽക്കുന്നത് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 2 വർഷം കഴിഞ്ഞ് എന്നാണോ വിൽക്കുന്നത് അന്ന് ഈ പറയുന്ന 10 ഏക്കർ ലാൻഡിനെ ഞാൻ ഓരോ ഫ്ലോട്ട് ആക്കി തരംതിരിച്ചു. ആ തരംതിരിക്കുന്നതിന്റെ അന്നാണ് കൺവേർഷൻ നടന്നത്. അന്നത്തെ ആ കൺവേർഷന് വിൽക്കുന്നതിന്റെ അന്ന് ടാക്സ് പേ ചെയ്യണം. അപ്പോ അവിടുത്തെ സെയിൽസ് കൺസിഡറേഷൻ കൺവേർട്ട് ചെയ്യുന്ന അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഞാൻ എക്സ്പെൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ICOIയും ICOAയും. That is COA into index of the year of conversion divided by index of the year of acquisition. തൊട്ടപ്പുറത്ത് ICOI into index of the year of conversion divided by index of the year of improvement. ഇതാണ് ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റിന്റെ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് പ്രൊവിഷൻ, capital gain on transfer of capital asset by a partner or member to firm or AOP or BOI as a capital contribution, section 45 subsection 3. ഒരു ഫേമിലേക്കോ ഒരു AOPയിലേക്കോ ഒരു BOയിലേക്കോ പുതുതായി ഒരു മെമ്പർ കടന്നു വരികയാണ്. നമുക്കറിയാം ഒരു ഫേമിലേക്ക് വരണമെങ്കിൽ ഒരു AOPയിലേക്കോ ഒരു BOയിലേക്കോ വരണമെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അവിടുത്തെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് പറയും ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവരണമെന്ന് പറയും. ഒന്നുകിൽ നമ്മൾ ഒരു ക്യാഷ് ആയിട്ട് എമൗണ്ട് കൊണ്ടുവരും, യാതൊരു വിഷയമില്ല. പക്ഷെ ആ കൊണ്ടുവരുന്ന എമൗണ്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഒരു ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അത് ലൈക്ക് എ ട്രാൻസ്ഫർ ആണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. അതായത് മിസ്റ്റർ എക്സ് ABC പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ഒരു ഫേമിലേക്ക് മിസ്റ്റർ എക്സ് കടന്നു വരികയാണ്. ABC പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് പറയാണ് 10 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊണ്ടുവരേണ്ടത്. അദ്ദേഹം അതിന് 6 ലക്ഷം രൂപ ക്യാഷ് ആയി കൊണ്ടുവന്നു. 4 ലക്ഷം രൂപ അദ്ദേഹം കുറച്ച് ക്യാപിറ്റൽ അസറ്റ് കൊണ്ടുവന്നു. അവിടുത്തെ കുറച്ച് ഫർണിച്ചറും കുറച്ച് കാര്യങ്ങളൊക്കെ, ബാക്കി 4 ലക്ഷം രൂപയുടെ ഫർണിച്ചറൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫർണിച്ചറും ആ കൊണ്ടുവന്ന അസറ്റും ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അത് ലൈക്ക് എ ട്രാൻസ്ഫർ ആണ്. ആ ട്രാൻസ്ഫർ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. അതിൽ ഫസ്റ്റ് സെയിൽസ് കൺസിഡറേഷൻ. എമൗണ്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി ഫേം AOP or BOI as a value of such asset. അവിടുത്തെ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് AOP or BOI അല്ലെങ്കിൽ ഫേം അവരുടെ ബുക്കിൽ എൻ്റർ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റിന്റെ സെയിൽസ് കൺസിഡറേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ കൊണ്ടുവരണം. 6 ലക്ഷം രൂപയ്ക്ക് ഞാൻ ക്യാഷ് കൊണ്ടുവന്നു. ബാക്കി 4 ലക്ഷം രൂപയുടെ അസറ്റ് അല്ലേ ഞാൻ കൊണ്ടുവന്നത്. 4 ലക്ഷം രൂപയ്ക്കല്ലേ ഞാൻ അസറ്റ് കൊണ്ടുവന്നത്. അപ്പോ ഫേം എപ്പോഴും ബുക്കിൽ എൻ്റർ ചെയ്യുക 6 ലക്ഷം രൂപ ക്യാഷ്, 4 ലക്ഷം രൂപ ക്യാപിറ്റൽ അസറ്റ്, ഇങ്ങനെയല്ലേ കാണിക്കൂ. പക്ഷെ ഞാൻ ആക്ച്വലി 4 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അസറ്റ് മേടിച്ചത് ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കാം ഇത് വാങ്ങിച്ചത്. അപ്പൊ ഒരിക്കലും 5 ലക്ഷം അല്ല അവിടെ ഫേം എൻ്റർ ചെയ്യുക.
ഫേം എൻറ്റർ ചെയ്യുന്നത് വെറും ബുക്ക് വാല്യൂ 4 ലക്ഷമേ എൻറ്റർ ചെയ്യൂ. അപ്പൊ ഫേം എൻറ്റർ ചെയ്യുന്ന ഒരു ബുക്ക് വാല്യൂ ഉണ്ട്. ആ ബുക്കിൽ അവർ എൻറ്റർ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4 ലാഖിന്റെ ക്യാപിറ്റൽ അസറ്റ് കൊണ്ടുവന്നതായിരിക്കും എഴുതുക. അങ്ങനെയാണെങ്കിൽ ആ 4 ലാഖ് ആണ് സെയിൽസ് കൺസിഡറേഷൻ. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ ആസ് യൂഷ്വൽ തന്നെ. ICOA ICOA. ICOA is equal to COA into index of the year of transfer divided by index of the year of acquisition. ICOI COI into index of the year of transfer divided by index of the year of improvement. അപ്പൊ ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്കോ ഒരു AOPയിലേക്കോ ഒരു BOയിലേക്കോ ഒരു പുതുതായി ഒരു മെമ്പർ വരികയാണ്. ആ മെമ്പർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് കുറച്ച് ക്യാപിറ്റൽ അസറ്റ് ആണ് കൊണ്ടുവരുന്നത്. 5 ലക്ഷം രൂപയാണ് അവിടുത്തെ ക്യാപിറ്റൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ 5 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അസറ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഫേം അവിടെ ബുക്കിൽ എൻറ്റർ ചെയ്യുന്നത് 5 ലാഖ് ആയിരിക്കും. പക്ഷെ ഈ 5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ മേടിക്കാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു 6 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ചിലവായി. ഒരിക്കലും ആ 6 ലക്ഷമോ 8 ലക്ഷം രൂപയോ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കത്തില്ല. ഫേം എൻറ്റർ ചെയ്യുന്നത് 5 ലാഖ് ആണ്. അപ്പൊ സെയിൽസ് കൺസിഡറേഷൻ 5 ലാഖ്. എക്സ്പെൻസ് പറഞ്ഞു. then ICOI ലെസ് ചെയ്യുക. കിട്ടുന്നത് that is ഒന്നുകിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇതായിരിക്കും സെഷൻ 45 സബ്സെഷൻ 3. നെക്സ്റ്റ്, capital gain on transfer of capital asset by a firm or AOP or BOI to partner or member by way of distribution on its dissolution, section 45 subsection 4. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു AOP BOI ഡിസൊല്യൂഷൻ നടക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഓരോ ക്യാപിറ്റൽ അസറ്റും പറക്കി ഓരോ മെമ്പർക്കും പാർട്ണർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുക സെഷൻ 45 സബ്സെഷൻ 4. ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിലെ ഓരോ ക്യാപിറ്റൽ അസറ്റും ഓരോ പാർട്ട്നേഴ്സിലേക്കും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ ഈ ക്യാപിറ്റൽ അസറ്റ് പറക്കി ഓരോ പാർട്ട്നേഴ്സിനും ഓരോ മെമ്പർക്കും കൊടുക്കുകയാണ്. ലൈക്ക് എ ടാക്സബിൾ ട്രാൻസ്ഫർ ആണ്. എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, അതിനെക്കുറിച്ചാണ് പറയുക. സെയിൽസ് കൺസിഡറേഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂ അസ് ഓൺ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ്. എന്നാണോ ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അന്നത്തെ ആ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് ഇവിടുത്തെ സെയിൽസ് കൺസിഡറേഷൻ. ഇതാണ് തൊട്ടു മുമ്പുള്ള പ്രൊവിഷൻ. തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ പ്രൊവിഷൻ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് സെയിൽസ് കൺസിഡറേഷൻ പറഞ്ഞാൽ ആ ഫേം എൻറ്റർ ചെയ്യുന്ന ബുക്കിൽ എൻറ്റർ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ആണ് ഇവിടെ എടുക്കുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 4 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ 4 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അസറ്റ് കൊണ്ടുവന്നു. അപ്പൊ അവിടുത്തെ സെയിൽസ് കൺസിഡറേഷൻ 4 ലക്ഷം രൂപ. ഇനി നമ്മൾ ഡിസൊല്യൂഷൻ നടക്കുകയാണ്. ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ ഈ 4 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അസറ്റ് എടുത്ത് ഒരു പാർട്ണർ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് 4 ലക്ഷം രൂപയല്ല സെയിൽസ് കൺസിഡറേഷൻ ആയി എടുക്കുക. കൊടുക്കുന്നതിന്റെ അന്ന് ഫെയർ മാർക്കറ്റ് വാല്യൂ, ഈ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ സെയിൽസ് കൺസിഡറേഷൻ എടുക്കുന്നത് 5 ലാഖ് ആണ്, 4 ലാഖ് അല്ല. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ ആസ് യൂഷ്വൽ. ICOA COA into index of the year of transfer divided by index of the year of acquisition. ICOI into index of the year of transfer divided by index of the year of improvement. അപ്പൊ ഇത്രേ പറഞ്ഞത്. ഒരു പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ AOP or BOI ഡിസൊല്യൂഷൻ നടക്കുകയാണ്. ഓരോ ക്യാപിറ്റൽ അസറ്റും പറക്കി ഓരോ പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ കൊണ്ടുവന്ന ക്യാപിറ്റലിന് പകരമായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ടാക്സബിൾ ട്രാൻസ്ഫർ ആണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ അസറ്റ് കൊടുക്കുന്നതിന്റെ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക. തൊട്ടും പറഞ്ഞ പ്രൊവിഷൻ, അതായത് ഫേമിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. അതിന്റെ സെയിൽസ് കൺസിഡറേഷൻ പറയുന്നത് ബുക്ക് വാല്യൂ, ഫേം ബുക്കിൽ എൻറ്റർ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ്. തിരിച്ച് ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫറും ICOയും നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്. ആകപ്പാടെയുള്ള മാറ്റം സെയിൽസ് കൺസിഡറേഷൻ ആണ്. വരുന്ന സമയത്ത് ഫേമിലേക്ക് വരുമ്പോൾ ബുക്ക് വാല്യൂ, തിരിച്ചു പോകുമ്പോൾ ദാറ്റ് ഈസ് ഫെയർ മാർക്കറ്റ് വാല്യൂ as on the date of transfer.